മാലിന്യ കൂമ്പാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ബയോ മൈനിംഗ് വഴി മാലിന്യം നീക്കം ചെയ്ത് 4.5 ഏക്കർ ഭൂമിയാണ് വീണ്ടെടുത്തത്. മാലിന്യം സംസ്കരിച്ച് ഭൂമി വീണ്ടെടുത്തത് ആഘോഷമാക്കി ഗ്രൗണ്ടിൽ ഫുട്ബോൾ തട്ടിയാണ് മന്ത്രി ഭൂമി തിരിച്ചുപിടിച്ചതിന്റെ ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഗോൾ കീപ്പറായി നിന്ന പി ഉബൈദുള്ള MLAയെ കാഴ്ചക്കാരനാക്കി മന്ത്രി MP രാജേഷ് ഷൂട്ടൌട്ടിലൂടെ ഗോൾ നേടി. മാലിന്യക്കൂമ്പാരമില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. മാലിന്യക്കൂമ്പാരമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. നഗരസഭയുടെ കാര്യമായിട്ടുള്ള പിന്തുണ ഇതിലുണ്ടായിട്ടുണ്ട്. അതാണ് 20 നമ്മൾ വർക്ക് ആരംഭിച്ചു. ബയോമൈനിങ് ആദ്യം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ്. അപ്പം നഗരസഭയുടെ താല്പര്യം, സഹകരണം, മുൻകൈ ഇല്ലാതെ അത് സാധ്യമാവില്ല. നഗരസഭ ഉടക്കി നിന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ലോകബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യ കൂനകൾ നീക്കം ചെയ്തത്. സംസ്ഥാനത്തെ 20 നഗര ഭരണ പ്രദേശങ്ങളിലാണ് ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നത്. 4 അടി താഴ്ചയിൽ മാലിന്യങ്ങൾ കുഴിച്ചെടുത്ത് വേർതിരിച്ച് 10,800 മെട്രിക് ക്യൂബ് മാലിന്യമാണ് പുളിയേറ്റുമൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വിവിധ ഫാക്ടറികളിലേക്കും നിർമ്മാണ മേഖലയിലേക്കും കയറ്റി അയച്ചത്. വർഷങ്ങളായി മലപ്പുറം നഗരപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങളായിരുന്നു പുളിയേറ്റുമൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. തിരിച്ചെടുത്ത ഭൂമിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ, കോർട്ട്, ടർഫ് ഗ്രൗണ്ട്, പാർക്ക്, ഓപ്പൺ ജിം ഉൾപ്പെടെ സജ്ജമാക്കാനാണ് നഗരസഭയുടെ പദ്ധതി. പുളിയേറ്റുമൽ ഗ്രീൻ ബെൽറ്റ് പദ്ധതി PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ഹരിതകർമ്മസേനയെ ET മുഹമ്മദ് ബഷീർ MP ആദരിച്ചു. KSWMP ഡയറക്ടർ ദിവ്യ S. അയ്യർ, ജില്ലാ കളക്ടർ VR വിനോദ്, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.